മീഷോ ഹോളായിട്ടാണ് കേട്ടോ അതുള്ളത്. അപ്പം ഞാനീ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മീഷോന്ന് വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ആവശ്യമുള്ളത്. പിന്നെ കുറച്ച് റാൻഡമായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് കാണിക്കാം. ഇത് നമ്മൾ ടൈൽസിൽ വെച്ചിട്ടല്ലേ നമ്മൾ സാധാരണ ചപ്പാത്തി, ഞാനങ്ങനെ കേട്ടോ പരത്തുന്നത് ടൈൽസിൽ വെച്ചിട്ടാണ്. കുഴക്കുന്നത് എന്തെങ്കിലും പാത്രം എടുത്ത് കുഴയ്ക്കും, പക്ഷേ പരത്തി എടുക്കുന്നത് എപ്പോഴും ടൈൽസിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആയി ഞാനിതിങ്ങനെ നോട്ട് ചെയ്തിട്ട് വാങ്ങണമെന്ന്. മാറ്റാണ് ഇത് വാക്കുമായിട്ട് അങ്ങനെ ടൈൽസിലങ്ങനെ ഒട്ടിക്കിടന്നോളൂ കേട്ടോ. അതങ്ങനെ മൂവ് ചെയ്യൊന്നുമില്ല. അപ്പോൾ ഇതൊരു ഇതാണല്ലേ, അത്യാവശ്യം സൈസും ഉണ്ട് കേട്ടോ. നമ്മൾ ടൈലിട്ട് കഴിഞ്ഞാൽ മൂവ് ആവുമൊന്നുമില്ല, ഇതിങ്ങനെ കിടന്നോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവം ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ചപ്പാത്തി കുഴക്കുന്നത് കാണിച്ചു തരാം, കുഴച്ച് പരത്തുന്നത്. അപ്പോൾ എന്ത് ചപ്പാത്തി എന്നില്ല കേട്ടോ, എന്താണെങ്കിലും പത്തിരി ആണെങ്കിലും പൂരി ആണെങ്കിലും മറ്റുള്ള കുബൂസ് അങ്ങനെയുള്ള എന്ത് ഡോ ഐറ്റംസ് ആണെങ്കിലും നമുക്ക് നല്ല ഹൈജീനിക്കായിട്ട് പരത്തിയെടുക്കാം. നെക്സ്റ്റ് ഐറ്റം ഇത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, പൊട്ടിച്ച് നോക്കാം. ഓക്കെ ഓക്കെ, ഇത് അമ്പിക്കുട്ടിക്ക് വീട്ടിലേക്ക് ഇടുന്ന കുറച്ച് കാഷ്വൽ ഷോർട്സാണ് കേട്ടോ, വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയത്. ഇതൊരു കോംബോ ആയിട്ടാണ് കിട്ടിയത്. അതിൻ്റെ പ്രൈസൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നെച്ചില്ലാത്തതുകൊണ്ട് 2 ഫോണില്ല. ഞാൻ 2 ഫോൺ ഉണ്ടായിരുന്ന സമയത്താണ് പ്രൈസും വീഡിയോ ഒരുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഓക്കെ, ഞാൻ 30 to അമ്പിളിക്ക് 9 years ആണ് കേട്ടോ. അപ്പോൾ ഞാൻ 30 to 40 എടുത്തതാണ്. കാരണം അതിൽ കുറേ സൈസിൻ്റെ ഇഷ്യൂ, അങ്ങനെ സ്മോൾ സൈസാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് വലിയ സൈസ് തന്നെ ഓർഡർ ചെയ്തു. ഇനി ചെറുതാണെങ്കിലും റിട്ടേൺ ചെയ്യാമെന്ന് കരുതി. പക്ഷെ കറക്റ്റാണ് കേട്ടോ. 30 to 40 എടുത്തു കഴിഞ്ഞപ്പോൾ ഇതാണ് കറക്റ്റ് സൈസ്. ഇത് 280 അങ്ങനെ എന്തോ ഒരു റേറ്റിനാണ് എനിക്ക് കിട്ടിയത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇങ്ങനത്തെ ഈ റേറ്റിന് എന്തായാലും കടയിൽ നമുക്ക് ഒരു 100 എബോവ് എന്തായാലും ഇതിന് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ 1 2 3 4 4 എണ്ണമാണ് കേട്ടോ വന്നപ്പോൾ. ഒന്ന് ഇതാണ്, ഇതാണ്, പിന്നെ സെക്കൻഡ് ഒക്കെ ഒരു വൈറ്റ് അല്ലാതെ ബാക്കിയൊക്കെ ഏകദേശം സെയിം കളേഴ്സ്. അപ്പോൾ പ്രശ്നമല്ല, വീട്ടിൽ യൂസ് ചെയ്യാനല്ലേ. 1 2 ഇതാണ്, 3 ഒരു ബ്ലാക്കിൽ ഒരു മെറൂൺ വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. ബ്ലാക്കും മെറൂണും. പിന്നെ 1 ബ്ലൂ ആണ് കേട്ടോ. എല്ലാം ഒരു ഡാർക്ക് ഷെയ്ഡാണ് ബ്ലൂ. അടിപൊളിയല്ലേ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു മസ്റ്റ് ബൈ പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ ഒരുപാട് ഡ്രസ്സ് വേണമല്ലോ, പ്രത്യേകിച്ച് ഇനി വിൻ്റർ സീസണും കൂടെയാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഡ്രസ്സ് എത്ര ഉണ്ടെങ്കിലും തികയില്ല. അപ്പോൾ ഇതൊരു മസ്റ്റ് ബൈ പ്രൊഡക്റ്റാണ് കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റ് എന്താ നോക്കാം. ഓക്കെ, ഇതൊരു 2 എണ്ണം വരുന്നൊരു ചെറിയ ഹാൻഡ് ബാഗാണ്. ഈ ഒരു സൈസിലുള്ള ഹാൻഡ് ബാഗ് സത്യം പറഞ്ഞാൽ ഇല്ല കേട്ടോ. ഞാൻ വലിയ ഹാൻഡ് ബാഗ് കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കുറേ ആയി വിചാരിക്കുന്നു. അടിപൊളി കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു സിമ്പിൾ ഒരു ഹാൻഡ് ബാഗാണ് കേട്ടോ. അത് 2 കളറിലാണ് വാങ്ങിയിട്ടുള്ളത്. അത് 2 കൂടെ 200 സംതിങ്ങിനാണ് കേട്ടോ കിട്ടുന്നത്. നമുക്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. നമുക്ക് ടൗണിൽ നിന്ന് ഒരിക്കലും ഈ ഒരു പ്രൈസിന് കിട്ടൂല കേട്ടോ. ഇത് ഓൺലൈനിൽ തന്നെയാണ് കിട്ടുള്ളൂ. അപ്പോൾ ഇതും കൂടെ പൊട്ടിച്ച് കാണിക്കണം. ഓക്കെ, ഒരു ബ്ലാക്ക് കളറും ഓക്കെ, നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള 2 ബാഗ് 200 സംതിങ്ങിന് നമുക്ക് മീഷോന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി. ഒറ്റൊരു ഇതേ ഉള്ളൂ കേട്ടോ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ബാഗ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. അടുത്തത്
ഇതൊരു ബാഗ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇതൊരു ബാഗ് തന്നെയാണ്, അതേ സൈസിലുള്ളൊരു ബാഗാണ് കേട്ടോ. അടിപൊളി. ഇതിൻ്റെ ഉള്ളിൽ പേപ്പറൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു ലുക്ക് ഉണ്ട്. അടിപൊളി അല്ലേ, നല്ലൊരു ബ്രാൻഡഡ് ടൈപ്പ് ബാഗ്സിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. അതുണ്ടല്ലേ അടിപൊളി. ഇതിന് പിന്നെ സൈഡിലൊരു സിബുണ്ട്, പിന്നെ ഇവിടെ 2 സിബുണ്ട്. ശരിക്കും ഇതൊന്നും മതിയായിരുന്നു. ഞാനിതിൽ ഏതാണ് നമ്മൾ ക്വാളിറ്റി ഉണ്ടാവുകയെന്ന് അറിയില്ലല്ലോ. രണ്ടും നല്ല റിവ്യൂ ഉള്ള ബാഗ്സ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ബാഗ് എത്ര ഉണ്ടെങ്കിലും തികയില്ലല്ലോ. എന്നാലും ഞാൻ എടുക്കുന്നൊന്നുമില്ല. അത് ഞാൻ ഇങ്ങനെ കാണിച്ചാൽ പോലും, ഇത് നമ്മൾ വേറെ സ്റ്റൈൽ ചെയ്തിട്ടൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അടിപൊളി ബാഗാണ് കേട്ടോ. സൈഡിൽ സിബുണ്ട്, നല്ല ഗോൾഡൻ കളറിലുള്ള നല്ല സ്മൂത്തായിട്ടോ. അത് സിപ്പൊക്കെ നല്ല സ്മൂത്താണ്, കണ്ടില്ലേ, നല്ല സ്മൂത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാഷൊക്കെ ഇടാം. ഇതിൽ നമുക്ക് ഫോൺ ഇട്ട് വെക്കാം, പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ടു. പിന്നെ ഇതിൻ്റെ ഇതുണ്ടല്ലേ, ഇതിൻ്റെ വള്ളി ഉണ്ടല്ലേ, നല്ല അടിപൊളിയാണ്. പിന്നെ അതിൽ ചെറിയൊരു പേഴ്സ് ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് ചില്ലറയൊക്കെ പൈസയൊക്കെ ഇട്ടിട്ട് വെക്കാം, പോക്കറ്റ് അടിക്കാതെ നോക്കണം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ദിവസമായി അമ്പിളിക്കുട്ടീൻ്റെ കരച്ചിൽ കാണുന്നു കേട്ടോ. അത് ബാഗ് ഞാൻ സ്കൂളിലേക്കുള്ള ബാഗ് ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൺലൈനായിട്ട് നല്ലൊരു കളർ ബാഗ് കണ്ടപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്കൂളിൽ നിന്ന് സെക്കൻഡ് ഡേ ആണ് സ്കൂൾ തുറന്നിട്ട്. അപ്പോൾ അവൾ എന്തായാലും സ്കൂൾ തുറക്കുന്ന സമയത്ത് പുതിയ ബാഗ് ഇട്ട് പോയിട്ടില്ലെങ്കിൽ അതെന്തായാലും അവൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതെന്നെ പറഞ്ഞിട്ടേ കാര്യമില്ല. കുറച്ച് മുന്നേ ഓർഡർ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ സംഭവം ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് ഇതാണ് ബാഗ്. അതാണ് അടിപൊളി ബാഗാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ എല്ലാം അടിപൊളി എന്ന് പറഞ്ഞതെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. മീഷോ, പഴയ മീഷോ അല്ല. ഓക്കെ, ക്വാളിറ്റി ഇല്ലെങ്കിൽ ഞാൻ ക്വാളിറ്റി ഇല്ലാന്ന് തന്നെ പറയും കേട്ടോ. അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള ബാഗ്. ഇത് വാട്ടർ പ്രൂഫാണ് കേട്ടോ. ഈ ബാഗ് വാട്ടർ പ്രൂഫാണ്. ഇത് ടിനിടോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ബാഗാണ് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയാണ്. അങ്ങനത്തെ ലോക്കൽ ഫീലൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതാ 1 2 3 4 സിബും 4 അറകളുണ്ട് കേട്ടോ. 4 റോസ് ഉണ്ട്. ഇതാ നല്ല സ്മൂത്താണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഹാൻഡിലൊക്കെ കണ്ടല്ലേ, അടിപൊളിൻ്റെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു അറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇന്ന് അമ്പിളിക്കുട്ടിക്ക് സർപ്രൈസ് ആക്കാൻ വരുമ്പോൾ ഇന്ന് കരഞ്ഞിട്ടല്ല, അങ്ങനെ ഒരു ചൊറിച്ചിലുണ്ടല്ലോ, അതുണ്ടായിരുന്നു രാവിലെ. ബാഗ് വന്നില്ലേ ചോദിച്ചിട്ട്. അടിപൊളിൻ്റെ ഉള്ളിൽ നല്ലൊരു ബേബി പിങ്ക് കളറിൽ നല്ലൊരു അടിപൊളി ബാഗ് കേട്ടോ. അപ്പം അമ്പിളിക്കുട്ടി നാളെ ഇത് ഇട്ടിട്ടാണ് പോവാ. പിന്നെ അടുത്ത എനിക്ക് തോന്നുന്നു സ്റ്റോറേജ് ബോക്സ് ആയിരിക്കും. ഇനി അതാണ് വരാനുള്ളത്. I think it's storage box. Yes. ഇത് നമ്മൾ ഓൾഡായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കുറേ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഇഷ്ടമുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ലേ, എന്നാലും ആർക്കും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാമെന്ന് നമുക്ക് മനസ്സിലുള്ള പിന്നെ ബെഡ്ഷീറ്റുകളൊക്കെ ആണെങ്കിലും ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഇതുപോലുള്ള നല്ല ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് പെട്ടിക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള നമുക്ക് എന്താണെന്ന് അറിയാനും പറ്റും. ആ ഒരു ടൈപ്പ് ഉണ്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോർഷൻ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചത് നമുക്ക് അറിയാൻ പറ്റും. ഇതിൽ വെച്ചിട്ട് നമുക്ക് പൊടിയൊന്നും പിടിക്കാതെ ഈ പഴയ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ അലമാരിൽ വെച്ചാൽ ഇത് പൊടി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഇതിലാക്കി കഴിഞ്ഞാൽ പൊടി പിടിക്കാതെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇങ്ങനത്തെ ഒരു 1 2 3 ഇതുപോലെ 3 എണ്ണം ഉള്ളത് കേട്ടോ. അതൊരു ഗ്രേ കളറിലാണ്. ഇതിൻ്റെ പല കളേഴ്സും ഉണ്ട് കേട്ടോ, റെഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കളറിലുള്ളതാണ് എടുത്തത്. നല്ല സൈസ് ഉണ്ട് കേട്ടോ. നിവർത്തി കഴിഞ്ഞാൽ അത് വലുതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചില്ല നേരത്തെ. അപ്പോൾ സിബൊന്നും കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. അടുത്തതും ഒരു സ്റ്റോറേജ് തന്നെയാണ്. നമ്മൾ സ്കൂള്
ഉള്ളവർ മക്കൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ളവർക്ക് അറിയാം എത്ര സ്റ്റോറേജ് ബോക്സ് ഉണ്ടെങ്കിലും നമുക്ക് മതിയാവില്ല. അവരെ ബുക്സ് ആണെങ്കിലും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി. അപ്പോൾ അതാ ഇതുപോലൊരു സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ. ഇത് ആദ്യം കാണിച്ച ആ ഒരു ടൈപ്പല്ല, അത് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇങ്ങനെ വരുന്നൊരു ക്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് വലിയൊരു സംഭവം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാം. അപ്പം എന്തായി, നല്ലൊരു അടിപൊളി സ്റ്റോറേജ് ബോക്സായി. ഇങ്ങനത്തെ 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ 2 എണ്ണം വരുന്നതാണ്. എൻ്റെ ഒരു ചെറിയൊരു മിനി സംഭവം ഇതുണ്ട്. അതുപോലെ തന്നെ അടിപൊളിയല്ലേ, ക്യൂട്ടായിട്ടല്ലേ, നല്ല പിങ്ക് കളറിൽ. അപ്പോൾ ഇത് നമുക്ക് പല സാധനങ്ങളും ഇട്ടിട്ട് എനിക്ക് പല പല ഉദ്ദേശങ്ങളുണ്ട്. അതൊക്കെ ബാക്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 എണ്ണമായിട്ട് വരും. ഇതൊക്കെ 100 ആൻഡ് സംതിങ് അതിനൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈസിനൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കോഴിക്കോടൊക്കെ പോകണം. ഇവിടെ നിന്ന് അങ്ങനെയുള്ള ഒരു DMart പോലുള്ള അങ്ങനത്തെ വലിയ ഹോൾസെയിൽ മാർക്കറ്റൊന്നും നമുക്ക് വയനാട്ടിലില്ല. അപ്പോൾ എന്താ, ഇത് വന്ന് എല്ലാ പ്രൊഡക്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. എസ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ബാഗാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ക്വാളിറ്റി പറയാൻ പറ്റില്ല. ബഹ്ത് 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 അച്ഛാ ക്വാളിറ്റി ഹേ. GG എന്നൊക്കെ എഴുതിയിട്ട് അടിപൊളി അടിപൊളിയായിട്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ മീഷോ വീഡിയോ ഹോൾ ഇത്രയേ ഉള്ളൂ. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.